സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അവിടെ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടെങ്കിൽ, നിങ്ങളെ നാം സൃഷ്ടിച്ചു അസ്വാജൻ, ഇണകളായിട്ട് എന്നാണ്. ആണിനെയും പെണ്ണിനെയും അല്ലാഹു തആല സൂചിപ്പിച്ച ഒറ്റ വാക്കാണ് എന്ത്? ഇണ. ഖുർആന് ഭാര്യക്കും ഭർത്താവിനും ഒരേ പേരാ പറഞ്ഞത്, എന്ത്? ഇണ. ഭാര്യ ഭർത്താവ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. ഖുർആനിലുള്ള പ്രയോഗം ഒറ്റൊന്നാണ്, സൗജ്. ഇണ എന്നാണ്. ആണിനും അങ്ങനെ തന്നെ സൗജ്, പെണ്ണിനും അങ്ങനെ തന്നെയാണ് ഇണ. എന്താണ് ആ വാക്ക് അറിയിക്കുന്നത്? ആണ് പെണ്ണിന്റെയും പെണ്ണ് ആണിന്റെയും ഇണയാണ്. അങ്ങനെയാണ് അറിയിക്കുന്നത്. ജീവിതം ആ രൂപത്തിലാണ് ഒത്തുപോകേണ്ടത്, ആ രൂപത്തിലാണ് ഒത്തുപോകേണ്ടത്. എന്നോട് അവരിങ്ങോട്ട് സഹകരിക്കണം, അവര് പറയുന്ന ഒന്നിനോടും അങ്ങോട്ട് സഹകരിച്ചൂടാ. വൺ വേ സിദ്ധാന്തം ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു സിദ്ധാന്തം ഇസ്ലാമിലില്ല. ഭരിക്കുന്ന ഭർത്താവും ഭരിക്കപ്പെടുന്ന ഭാര്യയും ആ രൂപത്തിൽ വരുന്നതാണ്. ഇണകളാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം. ഇവിടൊന്ന് പറയുന്നത് അങ്ങോട്ടും, അവിടൊന്ന് പറയുന്നത് ഇങ്ങോട്ടും കേൾക്കണം. രണ്ട് ഭാഗവും കേൾക്കണം. അതാണ് സത്യത്തിലുള്ള ഇണയുടെ ജീവിതം. രണ്ടാള് പറയുന്നതും കേൾക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലര് പറയും പെണ്ണുങ്ങൾ പറഞ്ഞ കേൾക്കരുത് കേട്ടോ, പെണ്ണുങ്ങൾ പറഞ്ഞ വർത്താനം കേട്ടാണ്ടേ അതനുസരിക്കാൻ നിൽക്കരുത്. അത് ശരിയല്ല. പെണ്ണുങ്ങൾ പറഞ്ഞും കേൾക്കണം. അങ്ങനെയല്ലേ മഹാന്മാരൊക്കെ കേട്ട്, അമ്പ്യാക്കളൊക്കെ കേട്ടത്? ആ ചരിത്രം നേരിട്ട് വിശദീകരിക്കാൻ നേരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സുപ്രധാനമായൊരു തീരുമാനം കേട്ടത് അവിടുത്തെ ഭാര്യന്റെ ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിനോടൊക്കെ പറഞ്ഞു, സ്വഹാബ നമ്മൾ തിരിച്ചു പോവുക. ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്ത് ചോദിക്കും, നബിയെ നമ്മൾ തിരിച്ചു പോകേ, ബദറും ഉഹദൊക്കെ കഴിഞ്ഞാൽ ഇനി തിരിച്ചു പോവാ, നമ്മൾ മക്കത്തേക്ക് അങ്ങോട്ട് പോവുക ധൈര്യമായിട്ട്. ഷഹീദായ കൂലിട്ടൂലേ, നമ്മൾ എന്തിനു തിരിച്ചു പോകണം? തിരിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ നമ്മൾ സത്യമാർഗത്തിലല്ലേ, നമ്മൾ മരിച്ചാൽ നമ്മൾ സ്വർഗത്തിലല്ലേ, അവര് കൊല്ലപ്പെട്ട അവര് നരകത്തിലല്ലേ, നമ്മളെന്തിനു തിരിച്ചു പോകണം? അങ്ങനൊക്കെ പറഞ്ഞെങ്കിലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നമ്മൾ തിരിച്ചു പോകണമെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. ഇപ്പോൾ അല്ലാഹു തആല എനിക്ക് അറിയിക്കുന്നത് അതാണ്. ഉംറ ചെയ്യാനാ നമ്മൾ പോകുന്നത്, പക്ഷേ വഴിവക്കിൽ വെച്ച് നമ്മളെ തടയപ്പെട്ടു. ഉംറയിൽ നിന്ന് ഒഴിവായിട്ട് തഹല്ലുലായിട്ട് നമ്മൾ പോകണം. അങ്ങനൊക്കെ ഒരു ഉപദേശം കൊടുത്തെങ്കിലും ആളുകളെ മനസ്സിൽ മക്കയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലല്ലോ. ഈ 5-ാം വർഷമെങ്കിലും അങ്ങോട്ട് എത്തുമെന്ന് കരുതിയിരുന്നു. 5 വർഷമായി മക്കയൊന്ന് കണ്ടിട്ട്, കാബയൊന്ന് കണ്ടിട്ട്, സ്വന്തം നാട്, പിറന്ന നാട് ഒന്ന് ഉംറ ചെയ്ത് പോരാന്ന് കരുതിയിരുന്നു. പക്ഷെ നടന്നില്ലല്ലോ. നടക്കുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ റബ്ബേ നടന്നില്ലല്ലോ, ഇവിടെ തടയപ്പെട്ടല്ലോ. ആ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളോടൊപ്പമുണ്ട്. ബീവിയോട് ചോദിച്ചു, ഉമ്മു സലമ ഞാൻ എന്തു ചെയ്യണം? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ തങ്ങളൊരു കാര്യം ചെയ്താൽ മതി, അപ്പൊ എല്ലാവരും അതനുസരിച്ച് അങ്ങ് ചെയ്യും. തങ്ങൾ നേരെ മുന്നോട്ട് നിൽക്കുക, മുന്നോട്ട് നിന്നിട്ട് തങ്ങൾ മുടി കളയുക. തഹല്ലുലാകുന്നതിന്റെ മാർഗമല്ലേ മുടി കളയല്. മുടി തങ്ങൾ കളയണം. പിന്നെയോ തങ്ങൾ ബലിയെറുക്കണം. കൊണ്ടുവന്ന ഒട്ടകങ്ങളെ തങ്ങൾ ബലിയെറുക്കണം. അങ്ങനെ ഒരു കാര്യം തങ്ങൾ ആദ്യം അങ്ങോട്ട് ചെയ്യുക. പിന്നെ ആരോടും പറയേണ്ടതില്ല, ബാക്കി എല്ലാവരും പിറകെ വന്നങ്ങ് ചെയ്യും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നിന്നു. തങ്ങൾ ആദ്യം മുടി കളഞ്ഞു. തഹല്ലുലാകേണ്ടതിന്റെ ഒരു മാർഗമാണത്. സത്യത്തിൽ വഴിയിൽ വെച്ച് തടയപ്പെട്ടാലും ചെയ്യേണ്ടത് അങ്ങനെയാണ്. തഹല്ലുൽ സ്വീകരിക്കണം. മുടി കളഞ്ഞു. ബലിമൃഗത്തെ തങ്ങൾ അറുത്തു. അതാ അടുത്ത് തന്നെ വരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു, തൊട്ടടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ എല്ലാവരും ആരും വിളിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും വന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ നിർദ്ദേശമാണ് തങ്ങൾ അവിടെ സ്വീകരിച്ചത്. അപ്പൊ സഹോദരങ്ങളെ, ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്നു, ഭാര്യന്റെ അഭിപ്രായം സ്വന്തം ഇണയുടെ അഭിപ്രായം സ്വീകരിക്കരുത് എന്ന് നിരുപാധികം പറഞ്ഞുകൂടാ. സ്വീകരിക്കണം. ഇണകളാകുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ സ്വീകരിക്കണം. അപ്പോഴേ ഇണകളാകൂ. കുടുംബ ജീവിതത്തിന്റെ സംവിധാനങ്ങൾ അള്ളാഹു അങ്ങനെയാ പറഞ്ഞത്. ആ സംവിധാനങ്ങളെ അള്ളാഹു ഉപയോഗിച്ചത് ഒറ്റ വാക്കിലാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടും ഒന്നാണ് എന്നാണ്. അതിനാ ഒറ്റ വാക്ക് പറഞ്ഞ്, ഇണ എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞതേ, ആണും പെണ്ണും ഒരേ രൂപത്തിലാണ് ജീവിക്കേണ്ടത്, ഒരേ അഭിപ്രായത്തിലും ഒരേ രൂപത്തിലും ഒരേ ശൈലിയിലും ഒരേ ഭാഗത്തിലും.
എപ്പോഴും ഒന്നാണ്, രണ്ടല്ല. മനസ്സിലാവില്ല നിങ്ങൾക്ക്? രണ്ടല്ല, തിരിയണില്ല. ചില നാട്ടിലൊക്കെ, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ ഹാലും എനിക്കറിയില്ല, ഞാനിങ്ങനെ വന്നു പോകുന്ന ഒരാളല്ലേ ഉള്ളൂ, ഇവിടെ കുറച്ച് ക്യാമ്പ് ചെയ്താലേ അറിയുള്ളൂ. ചില നാട്ടിലൊക്കെ 60 ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 65 കഴിഞ്ഞാൽ ബാപ്പക്കൊരു കട്ടില് ഒരു കോളാമ്പി ഒരു റൂം, ഉമ്മാക്കൊരു കട്ടില് ഒരു കോളാമ്പി ഒരു റൂം. നെയ്യേ പറ്റൂല. ഖലഖനാകും അസ്വാജ. ഒന്നാണ്, രണ്ടല്ല. എന്തിനാ അപ്പളായിട്ട് ഒന്നായത്? അപ്പളായിട്ട് എന്താ രണ്ടായത്? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റും കുറവും പറയുന്നേ പിന്നെ പരിപാടി. അപ്പോൾ അങ്ങനെയാണ്. അപ്പൊ അവിടുന്ന് മൂപ്പര് ഇങ്ങനെയാണ്. പിന്നെ മരിക്കണവരെ ഈ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ എറിഞ്ഞിട്ട് പിന്നെ മരിക്കണ്ടേ? ഒരുമിച്ച് സ്നേഹബന്ധത്തോടെ നിന്നിട്ട് തന്നെയല്ലേ മരിക്കണ്ടേ? ഇങ്ങനെ രണ്ടായത് എങ്ങനെ? അങ്ങനെ തിയറി ഉണ്ട് ഇസ്ലാമിൽ? അല്ല, അങ്ങനെ പുതിയ അറിവുണ്ട്. 65 ആയാലും വേറെ റൂം, വേറെ കട്ടില്, വേറെ കോളാമ്പി, അങ്ങനെ ഉണ്ടാ? അതെങ്ങനെ ഒന്നാണ്, ലാസ്റ്റ് സമയം വരെ ഒന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് ചാരിക്കിടന്നാണ്. മസ്ജിദുൻ നബവി ഇല്ലാത്തത് കൊണ്ടല്ല, മസ്ജിദുൻ നബവി തൊട്ടടുത്ത് ഇല്ലാഞ്ഞിട്ടല്ലോ, പള്ളിയിൽ കിടക്കാൻ അറിയാഞ്ഞിട്ടല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എനിക്ക് അല്ലാഹു നൽകിയ ഭാഗ്യങ്ങളിൽ ഒരു ഭാഗ്യമാണ് അവിടുത്തെ വഫാത്ത് നടന്നത് മാ ബൈന സഹരി വനഹരി, എന്റെ നെഞ്ചിന്റെയും എന്റെ കാലിന്റെ തൊടഭാഗത്തിന്റെയും ഇടയിലേക്ക് ചാരിക്കടന്ന് അവസാനത്തെ മിസ്വാക്കും ഞാനല്ലേ ചെയ്തു കൊടുത്തത്. എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരുമാണ് അവസാനം ഒരുമിച്ചത്. മിസ്വാക്ക് കൊണ്ട് എന്റെ സഹോദരൻ മുന്നിലൂടെ പോകുമ്പോ എന്റെ മടിയിലേക്ക് ചാരിക്കടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്കിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, നബിയെ മിസ്വാക്ക് വേണോ? തങ്ങൾ ഇങ്ങനെ തല കൊണ്ടൊന്ന് ആംഗ്യം കാണിച്ചു, മിസ്വാക്ക് വേണം. ഞാൻ വിളിച്ചു, അബ്ദുറഹ്മാൻ, കയ്യിലുള്ള മിസ്വാക്ക് ഇങ്ങോട്ട് കൊണ്ടാ. മിസ്വാക്ക് ഉപയോഗിക്കാത്ത മിസ്വാക്കാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ അറാക്കിന്റെ കഷ്ണം എന്റെ പല്ല് കൊണ്ട് ഞാൻ കടിച്ച് ചവച്ച് അരച്ച് റെഡിയാക്കി. എന്റെ ഉമിനീരതിൽ വന്നു. ഞാൻ അവച്ചവച്ച് റെഡിയാക്കിയിട്ടതൊന്ന് ശരിയായ രൂപത്തിൽ ഒന്ന് സ്മൂത്താക്കി. എന്നിട്ട് മുത്തുനബി തങ്ങളിലേക്ക് ഞാൻ അതിങ്ങനെ തേച്ചു കൊടുത്തു. എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരും അവസാനമായി ഒരുമിച്ചു. വഖലഖനാകും അസ്വാജാ. ചില നാടുകളിൽ പോയാ പറയും, ബാപ്പിയമ്മി നല്ല ഐക്യത്തിലായിരുന്നു 60-ാം വയസ്സ് വരെ. അങ്ങനെ ദുർഗതി ഉണ്ടാകരുത്. ബാപ്പിയമ്മി നല്ല യോജിപ്പിലായിരുന്നു. പേരക്കുട്ടിന്റെ കല്യാണം നടക്കുന്നവരെ പിന്നെയോ പിന്നെ രണ്ട് തട്ടിലായി. നഊദുബില്ലാഹ്. ലാസ്റ്റ് ഘട്ടം വരെ ഒരുമിച്ചാണ്. അല്ലാഹു പറഞ്ഞത് ഒറ്റ ശൈലിയിലാണ്. വഖലഖനാകും